കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് നയം ഇന്ത്യൻ റെയിൽവേയെ തകർത്തെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ.സി. റിയാസുദ്ദീൻ. റെയിൽവേ നിരക്ക് വർധനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു നടപ്പിലാക്കിയ ജനവിരുദ്ധ കോർപ്പറേറ്റ് വൽക്കരണം കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കുകയാണെന്നും റിയാസുദ്ദീൻ പറഞ്ഞു. റെയിൽവേ സ്വകാര്യവൽക്കരണം വഴി റെയിൽവേ യാത്ര സുരക്ഷിതമല്ലാതായി. ദശലക്ഷക്കണക്കിന് പേർ തൊഴിൽ ഇല്ലാതിരിക്കുമ്പോഴും റെയിൽവേയിൽ നിയമനങ്ങൾ നടക്കുന്നില്ല. 15 ലക്ഷത്തിലേറെ പേർ തൊഴിൽ ചെയ്തിരുന്ന റെയിൽവേയിൽ ഇന്ന് തൊഴിലാളികളുടെ എണ്ണം 10 ലക്ഷത്തിൽ താഴെയാണ്. നവ ലിബറൽ നയത്തിന്റെ ഭാഗമായി റെയിൽവേ ബഡ്ജറ്റ് ഇല്ലാതാക്കിയ കേന്ദ്ര സർക്കാർ വർഷത്തിൽ 2 തവണയാണ് നിരക്ക് വർധന നടപ്പിലാക്കിയത്. ഡിവിഷൻ ഓഫീസുകൾ വരെ വെട്ടിക്കുറയ്ക്കുന്ന റെയിൽവേ ഇതുവരെ നൽകിയ ആനുകൂല്യങ്ങളും നിഷേധിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ പോരാട്ടം ശക്തമാക്കുമെന്നും റിയാസുദ്ദീൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലുതും ലോകത്തെ 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. രാജ്യത്ത് ഏറ്റവും വലിയ ലാഭകരമായി പ്രവർത്തിക്കുന്ന, ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ ചെയ്യുന്ന, കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ അവരുടെ യാത്രാ ആവശ്യങ്ങൾക്കായി അനുദിനം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ല്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഭൂമിശാസ്ത്രപരമായി അതല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മറ്റൊരു ഭൂപടമാണ്, മറ്റൊരു പരിച്ഛേദമാണ് ഇന്ത്യൻ റെയിൽവേ. ആ ഇന്ത്യൻ റെയിൽവേ രാജ്യത്തിനാകെ അഭിമാനകരമായി പൊതുമേഖലയിൽ നിലനിർത്തുന്നതിനു വേണ്ടി രാജ്യത്ത് 1950-ൽ തുടങ്ങി മാറി മാറി വന്ന ഗവൺമെന്റുകൾ സ്വീകരിച്ച നിലപാടുകൾ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഡിവൈഎഫ്ഐ അംഗീകരിക്കുന്നതാണ്. എന്നാൽ 1990കളുടെ ആരംഭത്തിൽ ആഗോളീകരണ സാമ്പത്തിക നയങ്ങൾ രാജ്യത്താകെ നടപ്പിലാക്കപ്പെടാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വത്തിൽ പി.വി. നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ പ്രാരംഭദശയിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയെ, ഇന്ത്യൻ റെയിൽവേയെ പൊതുമേഖലാ സ്ഥാപനമായി തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളാണ് രാജ്യത്തെ ഗവൺമെന്റുകൾ സ്വീകരിച്ചത്. ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ എം രൺദീഷ്, ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് നാസിം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് ഷക്കീർ, ഷിബി കൃഷ്ണ, പി.വി. രതീഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കിഷോർ എസ്, ഷൈജു, എം.എ. ജിതിൻ രാജ് തുടങ്ങിയവർ സംസാരിച്ചു.